എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പിയാണ്. ദോശ, ഇഡ്ഡലി, വെള്ളപ്പം, പൊറോട്ട അങ്ങനെ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി 3 ടേബിൾ സ്പൂൺ പട്ടാണി നന്നായി കുതിർത്തി എടുത്തിട്ടുണ്ട്. പട്ടാണിക്ക് വേവ് കൂടുതലായതുകൊണ്ട് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കാം. 3 വിസിലിന് വേവിക്കാം. പട്ടാണി ഏകദേശം 3/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വെജിറ്റബിൾ കൂടി ചേർക്കാം. ചെറുതായി മുറിച്ച ഉരുളക്കിഴങ്ങ്, ബീൻസ്, ക്യാരറ്റ് ഇടാം. ഇതിലേക്കൊരു ചെറിയ തക്കാളി മുറിച്ചതും 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇടാം. നന്നായി മിക്സ് ചെയ്ത ശേഷം 3 വിസിലിന് വേവിച്ചെടുക്കാം. കറിക്കുള്ള അരപ്പിനായി 1/2 ടീസ്പൂൺ വലിയ ജീരകം ഇട്ടിട്ടുണ്ട്. 4 വെളുത്തുള്ളി അല്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചിടാം. ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ചിരവ് വേണമെങ്കിൽ 3/4 കപ്പ് എടുക്കണം, എന്നാലാണ് ഗ്രേവി ഉണ്ടാവുള്ളൂ. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കാം. നന്നായി പൊടിച്ചെടുക്കാം. തേങ്ങ നന്നായി പൊടിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ചെറുതായി ഒന്ന് മാഷ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അരപ്പൊഴിക്കാം. ആവശ്യത്തിന് വെള്ളവും. അര ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അത്യാവശ്യം തിക്കായ ഗ്രേവി ആയിരിക്കണം, അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് താളിച്ചിടാം. താളിച്ചിടുന്നത് സവാള, പച്ചമുളക്, കറിവേപ്പില കൊണ്ടാണ്. കുറച്ച് മുളക് പൊടി ആൾറെഡി ചേർത്തിട്ടുണ്ട്. ഈ പച്ചമുളകിൻ്റെ മണം ഒരു പ്രത്യേക ഫ്ലേവർ തന്നെ കറിക്ക് കൊടുക്കും. സവാള നല്ല ട്രാൻസ്പാരൻ്റ് ആകുന്നവരെ വഴറ്റിയെടുത്ത് ഇതിലേക്ക് ഇടാം. വളരെ ടേസ്റ്റിയായ കുറുമ റെഡിയായിട്ടുണ്ട്. ഇനി കുറുമ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചെറുതായി അരിഞ്ഞ കുറച്ച് മല്ലിയിലയും ചേർക്കാം.